ജാർഖണ്ഡിൽ ചമ്പൈ സോറൻ സർക്കാർ നാളെ വിശ്വാസ വോട്ട് തേടും. ഭരണപക്ഷമായ മഹാസഖ്യത്തിലെ എംഎൽഎമാർ ഹൈദരാബാദിലെ റിസോർട്ടിൽ തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന് വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ റാഞ്ചി പ്രത്യേക കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ഇഡി അറസ്റ്റിനെതിരെ ഹേമന്ത് സോറൻ ഹൈക്കോടതിയെ സമീപിച്ചു. കൂടാതെ ഇന്ന് ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പുമുണ്ട്. തിങ്കളാഴ്ച വരെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ രണ്ട് വാർത്തകളുടെ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്ക് ആദ്യം ഹൈദരാബാദ് റിസോർട്ടിൽ മഹാസഖ്യത്തിലെ എംഎൽഎമാർ തുടരുന്ന വിശ്വാസ വോട്ടെടുപ്പിന്റെ കാര്യങ്ങൾ തന്നെ അറിയാം. ജാർഖണ്ഡിൽ എന്തായാലും നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഭരണപക്ഷത്തെ എംഎൽഎമാരെയൊക്കെ വിശ്വാസം ആർജിച്ച് കൂടെ നിർത്തി നാളെ ഹേമന്ത് സോറൻ സർക്കാർ വിജയിക്കുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? രോഹിണി, രാഷ്ട്രീയ അനിശ്ചിതത്വം ഇപ്പോഴും ജാർഖണ്ഡിൽ തുടരുകയാണ്. ഭരണകക്ഷി എംഎൽഎമാർ സംസ്ഥാനത്തില്ല. തെലങ്കാനയുടെ തലസ്ഥാനമായ ഹൈദരാബാദിലാണ് കോൺഗ്രസിന്റെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും എംഎൽഎമാരുള്ളത്. അതിനാൽ തന്നെ വലിയ തോതിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ആ സംസ്ഥാനത്ത് തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ സർക്കാരിന്റെ അവകാശവാദം 48 എംഎൽഎമാരുണ്ട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായി ജാർഖണ്ഡിൽ ഭരിക്കുന്ന JMM കോൺഗ്രസ് സർക്കാരിനെ പിന്തുണച്ചിരുന്നത് 48 എംഎൽഎമാരാണ്. പക്ഷെ നിലവിൽ 43 എംഎൽഎമാരുടെ പിന്തുണ മാത്രമേ സർക്കാരിനുള്ളൂ. ബാക്കി 5ഓളം വരുന്ന എംഎൽഎമാർ സർക്കാർ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു. അതിൽ ഹേമന്ത് സോറന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള സഹോദര ഭാര്യയായിട്ടുള്ള സീതാ സോറൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ കോൺഗ്രസ് JMM സർക്കാരിനെ സംബന്ധിച്ച് നാളത്തെ വിശ്വാസ വോട്ടെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം ഈ ഹൈദരാബാദിലേക്ക് മാറ്റിയിട്ടുള്ള എംഎൽഎമാരിലും ചിലരൊക്കെ കൂറുമാറാനും മാറ്റി വോട്ട് ചെയ്യാനും വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് JMM കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും. അതേസമയം ഹേമന്ത് സോറന് നാളത്തെ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അനുമതി കോടതി നൽകിയിരിക്കുന്നു. നിലവിൽ 5 ദിവസത്തെ ED കസ്റ്റഡിയിലാണ് ഹേമന്ത് സോറൻ ഉള്ളത്. ഇതിനെ ചോദ്യം ചെയ്ത് സോറൻ ഹൈക്കോടതിയിൽ ഒരു ഹർജിയും നൽകിയിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നത് വിസമ്മതിച്ചിരുന്നു. രോഹിണി.